പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം, പിന്നെ ക്വാണ്ടം നമ്പേഴ്സ്, അത് കഴിഞ്ഞ് ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് ആയിരുന്നു എടുത്തത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഇലക്ട്രോൺസ് ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യാം, അങ്ങനെയുള്ള നമ്മൾ പറയുന്നത് ഓർബിറ്റൽസിലാണ് ഇലക്ട്രോൺസിനെ കാണാൻ പറ്റുക. എങ്ങനെയാണ് ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റ്? അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എനർജിയുടെ ഓർഡർ ഒന്ന് പഠിക്കണം. ഈ ഓർബിറ്റൽസിൻ്റെ എനർജിയുടെ കാര്യങ്ങൾ, എനർജീസ് ഓഫ് ഓർബിറ്റൽസ് എന്തൊക്കെ എഴുതിയ എന്താണ്? ഹൈഡ്രജൻ ആറ്റത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ മെയിൻ എനർജി ലെവലിനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ എനർജി ഓഫ് ഓർബിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. വായിച്ചു നോക്കൂ. ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ഈസ് ഡിറ്റർമിൻ ഓൺലി ബൈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ട് ദിസ് എനർജി ദസ് എനർജി ഓഫ് ഓർബിറ്റൽസ് ഇൻ ഹൈഡ്രജൻ ആറ്റം ഇൻക്രീസസ് ആസ് ഫോളോസ്. എങ്ങനെയാണ് ഓർഡർ കിട്ടുന്നത്? 1s, then less than 2s equal to 2p, less than 3s equal to 3p equal to 3d. ഇത് ഏത് കേസിൽ മാത്രമാണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ മാത്രമേ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, എനർജി ഓഫ് ഓർബിറ്റൽ. ഇനി അടുത്തെന്താ എഴുതിയ? സെയിം എനർജി ഉള്ള ഓർബിറ്റൽസിനെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാണ് പറയുക. സെയിം എനർജി ഉള്ള ഓർബിറ്റൽസിന് ഡീജനറേറ്റ് ഓർബിറ്റൽസ്. ഇനി എന്താണ് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? എന്താ? എനർജി കുറവുള്ള സ്റ്റേറ്റ് ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഹയർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യും ഇലക്ട്രോൺ. അതിനെ പറയുന്ന പേരാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ട്, എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ട്. ക്ലിയർ അല്ലേ ആ പറഞ്ഞത്? ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എനർജി കുറവുള്ള സ്റ്റേറ്റ്. നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാനുള്ള റൂൾസ് എല്ലാം പഠിക്കുന്നത്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഹയർ ലെവലിലേക്ക് ജമ്പ് ചെയ്യും, അതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി അടുത്തത് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിൽ. മൾട്ടി ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അന്നേരം എനർജി ഓഫ് ഓർബിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആൻഡ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എന്താ അവിടെ എഴുതിയ? എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയും അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെയും ഡിപ്പെൻഡ് ചെയ്യും. അവിടെയാണ് നമുക്ക് n+l റൂള് പഠിക്കാനുണ്ട്. എന്താണ് ഈ n+l റൂള് പറയുന്നത്? n+l വാല്യൂ കുറവാണെങ്കിൽ എനർജി കുറവാണ് എന്ന്. ഇപ്പോൾ 1s-ഉം 2s-ഉം എടുത്തു നോക്ക്. 1s-ന് n+l വാല്യൂ എത്ര കിട്ടുക? 1+0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 2s-ന് 2+0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. n+l വാല്യൂ 1s-ന് കുറവാണ്, സോ 1s-ന് ലോവർ എനർജി. പിന്നെ 2s. ഇനി 2p എടുത്ത് നോക്ക്. 2+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ 2pയേക്കാളും എനർജി കുറവാണ് 2s-ന്. സോ ഇവിടെ വായിച്ചു നോക്ക്. ലോവർ വാല്യൂ ഓഫ് n+l ഓഫ് ആൻ ഓർബിറ്റൽ, ലോവർ ഈസ് ഇറ്റ്സ് എനർജി. ക്ലിയർ അല്ലേ അത്? രണ്ടാമത്തത് ഇനി നോക്കൂ, നമ്മൾ 3s എടുക്കുകയാണ്. എന്താ 3s-ന്? 3+0 ആണ് കിട്ടുക, 3 ആണ് കിട്ടുക. ഈ രണ്ട് ഓർബിറ്റൽസിനും ഒരേ എനർജി വന്നു. ഒരേ എനർജി വന്നാൽ n വാല്യൂ കുറവുള്ളതിന് ലോവർ എനർജി. അപ്പോൾ ആർക്കാ എനർജി കുറവ്? 2pക്കാണ് എനർജി കുറവുള്ളത്. വായിച്ചു നോക്കൂ. വെൻ ടു ഓർബിറ്റൽസ് ഹാവ് സെയിം വാല്യൂ ഓഫ് n+l, ദ ഓർബിറ്റൽ വിത്ത് ലോവർ വാല്യൂ ഓഫ് n വിൽ ഹാവ് ലോവർ എനർജി. n വാല്യൂ കുറവുള്ളതിന് ലോവർ എനർജി. അപ്പോൾ എന്താ കണ്ടീഷൻ? എന്താ? രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി. n+l വാല്യൂ കുറവാണെങ്കിൽ എനർജി കുറവ്. രണ്ട് ഓർബിറ്റൽസിന് ഒരേ n+l വാല്യൂ വന്നു കഴിഞ്ഞാൽ n വാല്യൂ കുറവുള്ളതിന് എനർജി കുറവ്. അപ്പോൾ എനർജിയുടെ ഓർഡർ എന്താണ്? ഇൻക്രീസിങ് ഓർഡർ. 1s, പിന്നെ 2s, പിന്നെ 2p, പിന്നെ 3s, പിന്നെ 3p. 3p കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് 3d ആണ് വരുന്നത്. 3p കഴിഞ്ഞിട്ട് 4s കഴിഞ്ഞിട്ടാണ് 3d വരുന്നത്. 4s കഴിഞ്ഞിട്ട് 3d, പിന്നെ വരുന്നത് 4p. ഓക്കെ, അവിടെ നിങ്ങൾ n+l റൂള് നോക്കിയാൽ മതി. 4s-ന് എത്ര n+l വാല്യൂ? 4 ആണ്. 3dക്ക് എത്ര? 3+2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ 4s-നാണ് എനർജി കുറവുള്ളത്. ക്ലിയർ അല്ലേ പറയുന്നത്? ഇതാണ് എനർജിയുടെ ഓർഡർ. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനനുസരിച്ച് എനർജി ലെവൽ അതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. മൾട്ടി ഇലക്ട്രോൺ ആണെങ്കിൽ n+l-നെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയും അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെയും ഡിപ്പെൻഡ് ചെയ്യും ഓർബിറ്റൽസിൻ്റെ എനർജി. അടുത്ത് ഷീൽഡിംഗ് ഓഫ് ഔട്ടർ ഇലക്ട്രോൺ ഫ്രം ദി ന്യൂക്ലിയസ് ബൈ ഇന്നർ ഇലക്ട്രോൺസ്. ആ പറഞ്ഞ കാര്യം എന്താ? ജസ്റ്റ് ഒന്ന് പറയാൻ. ഇപ്പം നമ്മൾ ഇവിടെ ഒരു വലിയ ആറ്റാണെങ്കിൽ കുറേ ഇലക്ട്രോൺ ഉണ്ട്. ന്യൂക്ലിയസ്, ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്, ഫോർത്ത് ഷെല്ലൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ഇലക്ട്രോൺസും ഈ ന്യൂക്ലിയസ് നമ്മൾ അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഇതിനകത്തുള്ള ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസ് ആ അട്രാക്ഷൻ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ ഷീൽഡ് ചെയ്യാണ്
ആണ്. ഇഫക്റ്റീവായിട്ട് അത്ര തന്നെ അട്രാക്ഷൻ അങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിൽ ദെൻ നമുക്ക് പറയാം അതാണ് ഷീൽഡിങ് ഇഫക്റ്റ്. ദെൻ ഇങ്ങോട്ടുള്ള അട്രാക്ഷനെ ബാക്കിയുള്ള ഇലക്ട്രോൺസ് അത് വാങ്ങുകയാണ്. ദെൻ ദാറ്റ് ഈസ് കോൾഡ് ഷീൽഡിങ് ഇഫക്റ്റ്. ഈ ന്യൂക്ലിയസ് ഇപ്പോൾ എസ് ഓർബിറ്റൽസ് ആണെങ്കിൽ ഒരേ എനർജി ലെവലിൽ എസും പിയും ഡിയും ഒക്കെ ഉണ്ടെങ്കിൽ മോർ ദെൻ എസ് ഓർബിറ്റൽസ് സ്ഫെറിക്കലാണ്, ന്യൂക്ലിയസിലേക്ക് കുറച്ചുകൂടി പെനട്രേറ്റഡ് ആയിരിക്കും. അത് കാരണം മോർ അട്രാക്ഷൻ, ഇഫക്റ്റീവ് അട്രാക്ഷൻ ഏതിനാ ഉണ്ടാവുക? എസിനാ ഉണ്ടാവുക, ദാൻ പി ദാൻ ഡി. ഓക്കെ, അതൊന്ന് പഠിച്ചു വെച്ചേക്ക്. കൂടുതൽ ഇഫക്റ്റീവായിട്ട് അട്രാക്ഷൻ ഉണ്ടാവുക. അതേപോലെ ഷീൽഡിങ് ഇഫക്റ്റ് കൂടുതലുള്ളതും എസിനാണ്. ദെൻ പിക്ക് മുകളിലേക്കുള്ള ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിലേക്കുള്ള അട്രാക്ഷൻ കൂടുതൽ വാങ്ങുന്ന എസ്, പിന്നെ ഡി, പിന്നെ പി, പിന്നെ ഡി, ആ ഓർഡറിലാണ് വരിക. ഷീൽഡിങ് ഇഫക്റ്റ് കൂടുതലുള്ളത് ഇന്നർ എസ് ഓർബിറ്റൽസിനാണ്, എസ് ഇലക്ട്രോൺസിനാണ്. ഓക്കെ, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അതാണ് നമ്മളവിടെ പറഞ്ഞത്. നെറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ്ഡ് ബൈ ഇലക്ട്രോൺ ഫ്രം ദി ന്യൂക്ലിയസ്. കാരണം ഷീൽഡിങ് ഇഫക്റ്റ് കൂടിയാൽ ആ നെറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെറ്റ് അട്രാക്ഷൻ കുറവായിരിക്കും. പക്ഷേ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ഇഫക്റ്റീവ് അട്രാക്ഷൻ എസിന് കൂടുതലാണ്, ദാൻ പി ദാൻ ഡി. ദെൻ ഇനി എനർജി ഓഫ് ഓർബിറ്റൽസ് ഓഫ് ദി സെയിം എന്താ സബ്ഷെൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. നിങ്ങൾ പഠിച്ചു വെക്കണം അറ്റോമിക് നമ്പർ. ദെൻ എനർജീസ് ഓഫ് ഓർബിറ്റൽ ഇൻ ദി സെയിം സബ്ഷെൽ, 2s ഓർബിറ്റൽസിൻ്റെ എനർജി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. നോക്ക് അവിടെ എന്താ എഴുതിയത്? ഹൈഡ്രജന്റെ 2s എനർജി കൂടുതലാണ് ദാൻ ഏതിനേക്കാളും? ദെൻ 2s ഓഫ് ലിഥിയം. ദെൻ അതെന്തിനേക്കാളും കൂടുതലാണ്? ദെൻ സോഡിയത്തിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ദെൻ ഓക്കെ സെന്റൻസ് പഠിച്ചു വെച്ചേക്കുക. എനർജി ഓഫ് ഓർബിറ്റൽസ് ഇൻ ദി സെയിം സബ്ഷെൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. ഓക്കെ, ദെൻ അതായത് 2s ഓർബിറ്റൽ ഹൈഡ്രജൻ്റെതാണ്. ദെൻ ഓക്കെ ലിഥിയത്തിനേക്കാളും എനർജി കൂടുതൽ. ലിഥിയത്തിൻ്റെ 2sൻ്റെ എനർജി ആരെക്കാളും കൂടുതലാണ്? സോഡിയത്തിനേക്കാളും കൂടുതലാണ്. മനസ്സിലായില്ലേ ആ പറഞ്ഞത്? നമ്മളിപ്പോൾ പറഞ്ഞത് എനർജി ലെവൽ ഓഫ് അല്ലെങ്കിൽ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ എങ്ങനെ ഓർബിറ്റൽസിനെ അറേഞ്ച് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യേണ്ടത്, അതിനുള്ള റൂൾസാണ് പഠിക്കുന്നത്. വായിച്ചു നോക്കൂ. റൂൾസ് ഫോർ ഫില്ലിംഗ് ഇലക്ട്രോൺസ് ഇൻ വാരിയസ് ഓർബിറ്റൽസ്. നോക്കൂ, ദ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റൽസ് ഓഫ് ഡിഫറെൻറ്റ് ആറ്റംസ് ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു 3 റൂൾസ്. ഏതൊക്കെയാണ് റൂൾസ് പറയുന്നത്? ഒന്ന് ഓഫ് ബാ പ്രിൻസിപ്പിൾ, AUF BAU ഓഫ് ബാ പ്രിൻസിപ്പിൾ. 2 പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. 3 ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഈ 3 റൂളിനെ ബേസ് ചെയ്തിട്ടാണ് ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്, ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. നോക്കൂ, അതിൽ എന്താണ് ഈ ഓഫ് ബാ പ്രിൻസിപ്പിൾ? എന്താ ഓഫ് ബായുടെ സ്പെല്ലിങ്? AUF BAU. ദെൻ ഓഫ് ബാ എന്ന് പറഞ്ഞാൽ ഒരു പേരല്ല, അത് ശരിക്കും ജർമ്മനിൽ ബിൽഡിംഗ് അപ്പ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഓഫ് ബാ പ്രിൻസിപ്പിൾ എന്താണ്? ദ ജർമ്മൻ വേർഡ് ഓഫ് ബാ മീൻസ് ബിൽഡ് അപ്പ്. ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ഓർബിറ്റൽസ് മീൻസ് ഫില്ലിംഗ് അപ്പ് ഓഫ് ഓർബിറ്റൽ വിത്ത് ഇലക്ട്രോൺസ്. ഇത്രയേ ഉള്ളൂ. എനർജി കുറവുള്ള ഓർബിറ്റൽസ് ആണ് ആദ്യം ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ ഓർബിറ്റൽസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോൺസ് അത് ഫില്ല് ചെയ്ത് വരുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ദി ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിങ് എനർജീസ്. കാണാതെ പഠിക്കണം. അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫസ്റ്റ് occupy the lowest energy orbital and then to higher energy orbital. ആ ഓർഡറിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ദെയർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദി ഓർബിറ്റൽ ഹാവിംഗ് ലോവർ എനർജി. അതാണ് ഓഫ് ബാ പ്രിൻസിപ്പിൾ. കാണാതെ പഠിച്ചോ. ഓർബിറ്റൽസ് എപ്പോഴും അവയുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയിലാണ് ഫില്ല് ചെയ്യുന്നത്. എനർജി കുറവുള്ളത് ആദ്യം, പിന്നെ അടുത്തത്, പിന്നെ അടുത്തത്. ആ ഓർബിറ്റൽസിൻ്റെ ആ സീക്വൻസ് അറിയാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. 1s 2s 2p, 3s 3p 3d. ഫോർത്തിലുള്ളത് 4s 4p 4d 4f. ഇനി 5s 5p 5d. ഇനി 5f തൽക്കാലം എഴുതുന്നില്ല. 6s 6p 7s ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ തൽക്കാലം. എങ്ങനെയും 1s ഫില്ല് ചെയ്യും, പിന്നെ 2s, പിന്നെ 2p 3s 3p 4s. ഈ ഓർഡറിലാണ് ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുന്നത്. ഈ ഓർഡർ കാണാതെ പഠിച്ചേക്കണം. ഓക്കെ, ഇതൊരു നമുക്കൊരു മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. 2p ഫില്ല് ചെയ്തിട്ട് 3s ആണ്, 3p ഫില്ല് ചെയ്തിട്ട് 4s ആണ്, 4p ഫില്ല് ചെയ്തിട്ട് 5s ആണ്, 5p ഫില്ല് ചെയ്തിട്ട് 6s ആണ്, 6p ഫില്ല് ചെയ്തിട്ട് 7s ആണ്. അപ്പോൾ 7p ഫില്ല് ചെയ്തിട്ടോ 8s. അപ്പോൾ np ഫില്ല് ചെയ്താൽ പിന്നെ ഏതായിരിക്കും? ഒരു ഒബ്ജക്റ്റീവിൽ വന്നതാ. np ഫില്ല് ചെയ്താൽ പിന്നെ ഏതായിരിക്കും? n+1s. എന്താ സംശയം? n+1s ആയിരിക്കും. ഈ ഓർഡറിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ഇതാണ് ഓഫ് ബാ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുന്നത്. ഈ ഓർഡർ പഠിച്ചു വെച്ചോണം, വരക്കുന്നത് പഠിച്ചു വെച്ചോണം. ഒരു ഐഡിയ വേണം നമുക്ക്, എങ്കിലത് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, 2ാമത്തെ റൂള് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. നോക്കൂ, അതൊന്ന് വായിച്ചു നോക്കും. എന്താ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ?
നോക്കൂ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം വാല്യൂ ഫോർ ഓൾ ഫോർ ക്വാണ്ടം നമ്പേഴ്സ്. എന്താ പറയുന്നത്? ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് ഒരിക്കലും 4 ക്വാണ്ടം നമ്പറും സെയിം ആവൂലാന്ന്. No two electrons in an atom can have same value for all 4 quantum numbers. Same set of ക്വാണ്ടം നമ്പേഴ്സ്. ഒരിക്കലും 4 ക്വാണ്ടം നമ്പറും 2 ഇലക്ട്രോൺ ഒരിക്കലും ഒരു ആറ്റത്തിൽ സെയിം ആവില്ല. ഓക്കെ, ദെൻ നമുക്കിങ്ങനെ വരക്കാം. നോക്കിയേക്ക്, നമ്മൾ ഇപ്പോൾ ഹൈഡ്രജൻ്റെ നിങ്ങൾക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഹീലിയത്തിന് 1s2 എന്ന് എഴുതി വിചാരിക്കും. അറ്റോമിക് നമ്പർ 2 1s2. ആ 1s ഓർബിറ്റൽ 2 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോണിന് എ എന്നും സെക്കൻഡ് ഇലക്ട്രോണിന് ബി എന്നും കൊടുത്തു. ഞാൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ഈക്വൽ ടു 1s ആണ് 1 രണ്ടാൾക്കും, ശരിയല്ലേ? അത് ഇനി L ഈക്വൽ ടു എന്താ കൊടുക്കാം? എസിന് 0 ആണ്, ദെൻ ഓക്കെ L വാല്യൂ ഇവിടെയും 0 ടു. M വാല്യൂ എന്താ കൊടുക്കാം? ദെൻ നോക്കിയേക്ക്, ദെൻ L 0 ആണെങ്കിൽ M 0 ആണ്, ഇവിടെയും 0 ആണ് അല്ലേ? അങ്ങനല്ലേ കൊടുക്കാം മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. യെസ്, ദെൻ ഈ ഫസ്റ്റ് ഇലക്ട്രോണിന് പ്ലസ് ഹാഫ് ആണെങ്കിൽ അടുത്ത ഇലക്ട്രോണിന് മൈനസ് ഹാഫ് ആണ്. ഓക്കെ, ദെൻ ഇത് പ്ലസ് ഹാഫ് ആണെങ്കിൽ മൈനസ് ഹാഫ്. അപ്പോൾ ഒരു ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോണിന് N L M സെയിം ആണ്, പക്ഷേ സ്പിൻ ക്വാണ്ടം നമ്പർ ഡിഫറെൻ്റ് ആണ്. ആദ്യത്തെ 3 ക്വാണ്ടം നമ്പറും സെയിം ആണെങ്കിലും 4ാമത്തെ ക്വാണ്ടം നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും 2 ഇലക്ട്രോണിന്. ഓക്കെ, ഇതാണ് ഇവിടുന്ന് കാണാൻ പറ്റിയത്. ഇനി നമ്മൾ 3ാമത് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് 1s3 എന്നാക്കി വിചാരിക്കും. അങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 1s3, ആ 3ാമത്തെ ഇലക്ട്രോണിന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എസിന് 0, ദെൻ അസിമുത്തൽ ക്വാണ്ടം നമ്പർ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0 പ്ലസ് ഹാഫ് കൊടുത്താൽ ദെൻ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇവർക്ക് രണ്ടാൾക്കും ഒരേ സ്പിന്നാണ്, പോസിബിൾ അല്ല. മൈനസ് ഹാഫ് കൊടുത്താൽ ഇവർക്ക് ഒരേ സ്പിന്നാവും, അത് പോസിബിൾ അല്ല. എന്താ അതിൻ്റെ മീനിങ്? 3ാമത് ഇലക്ട്രോൺ ദെൻ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഓൺലി 2 ഇലക്ട്രോൺസ് മേ എക്സിസ്റ്റ് ഇൻ ദി സെയിം ഓർബിറ്റൽ ആൻഡ് ദീസ് ഇലക്ട്രോൺസ് മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ. ഒരു ഓർബിറ്റൽ 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 2 ഇലക്ട്രോണിനും അതിൻ്റെ സ്പിൻ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും, സ്പിൻ ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളത്, ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കും. ഫോർ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റൽ സെയിം വാല്യൂ ഫോർ N L ആൻഡ് M. ദേ ഷുഡ് ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ് ഫോർ S. ഇഫ് S ഈക്വൽ ടു പ്ലസ് ഹാഫ് ഫസ്റ്റ് ഇലക്ട്രോൺ, ഇറ്റ് ഷുഡ് ബി മൈനസ് ഹാഫ് ഫോർ സെക്കൻഡ് ഇലക്ട്രോൺ. ആദ്യത്തെ ഇലക്ട്രോണിന് പ്ലസ് ഹാഫ് ആണെങ്കിൽ അടുത്ത ഇലക്ട്രോൺ എന്തായിരിക്കും? മൈനസ് ഹാഫ്. ഏതാ ഈ റൂളിൻ്റെ പേരെന്താ? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളീസ് exclusion principle. No 2 electrons in an atom can have same value for all 4 quantum numbers. എളുപ്പമല്ലേ അത്? ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. നോക്കൂ, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നൈട്രജൻ അറ്റോമിക് നമ്പർ 7, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3 ഇങ്ങനെയല്ലേ എഴുതാം. ദെൻ 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ, 2p മാക്സിമം 3 ഓർബിറ്റൽസ് ഉണ്ട്, 2px 2py 2pz. അപ്പോൾ 6 ഇലക്ട്രോൺ പോസിബിൾ ആണ്. ഇവിടെ തൽക്കാലം ഞാൻ 3 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തു. അതെ, ഇത്രയല്ലേ ഉള്ളൂ, 7 അല്ലേ ഉള്ളൂ. സോ ഞാൻ ഓർബിറ്റൽ വൈസ് ഇങ്ങനെ കൊടുത്തു. 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ, ഓപ്പോസിറ്റ് സ്പിൻ. ദെൻ 2p 3 ഓർബിറ്റൽസ് ഉണ്ട് 2p സബ്ഷെല്ലിൽ, 2px 2py 2pz സെയിം എനർജിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തുകൂടെ? 2 3 ഒരു ഓർബിറ്റൽ മാക്സിമം 2 ഇലക്ട്രോൺ, ഒന്ന് ഫില്ല് ചെയ്ത് രണ്ടാമത്തെ പറ്റൂലേ എന്ന്. ഓക്കെ, ദെൻ ഇനി വേറൊരു പോസിബിലിറ്റി ഉണ്ട്. എങ്ങനെ പോസിബിലിറ്റി? ഇവിടെ 1 കൊടുത്തു, ദെൻ ഇവിടെ 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, ഇങ്ങനെ കൊടുത്തൂടെ എന്ന്, ഓരോരുത്തർക്ക് ഓരോന്ന് വെച്ചിട്ട്. അല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റി ഉണ്ട്, ഇങ്ങനെ കൊടുത്തൂടെ, ഇവിടെ ഒരു സ്പിന്ന്, ഇവിടെ ഓപ്പോസിറ്റ് സ്പിൻ, ഇവിടെ ഇങ്ങനെ കൊടുത്തൂടെ എന്ന്. പക്ഷേ നമ്മൾ ഹൺസ് റൂൾ ആണ് ഇതിന് നമുക്ക് പറയുന്നത്. ഹൺസ് റൂൾ പറയുന്നത് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ദെൻ ഓക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇങ്ങനെയാണ് ഫില്ല് ചെയ്യാമെന്ന്. എന്താ ഇപ്പോൾ ഹൺസ് റൂൾ പറയുന്നത്? ഇങ്ങനെ ഈ 3 ഓർബിറ്റൽസിന് ഒരേ എനർജിയാണ്. ഇപ്പോൾ പിയിലുള്ള 3 ഓർബിറ്റൽസിന് ഒരേ എനർജി, ഡിയിൽ നമ്മൾ 5 ഓർബിറ്റൽസ് പഠിച്ചു, എഫിൽ നമ്മൾ 7 ഓർബിറ്റൽസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ ഒരേ എനർജിയാണ്. അതിനെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാണ്. ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണമെങ്കിൽ ഓരോ ഓർബിറ്റൽസിൽ ഓരോ ഇലക്ട്രോൺസ് വരണം, സെയിം സ്പിന്ന്, അതിനുശേഷം മാത്രമേ പെയറിങ് നടക്കുള്ളൂ എന്ന്. ഓക്സിജന്റെ കേസിൽ നിങ്ങൾ 2p4 എന്ന് പഠിക്കും. അപ്പോൾ ഇവിടെ 3 ഇലക്ട്രോൺ ഇങ്ങനെ വന്ന് 4th 1 ഇവിടെ പെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഹൺസ് റൂൾ പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റൽസ് ബിലോങ്സ് ടു സെയിം എനർജി. എന്താ അതിൻ്റെ പേരെന്താ? ഡീജനറേറ്റ് ഓർബിറ്റൽ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് until each orbital belongs to that subshell has got 1 electron each, that is singly occupied. വേണമെങ്കിൽ ഇതുകൂടി നമുക്ക് അതിൽ ചേർക്കാം, സെയിം സ്പിന്നും ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. എന്താ ഈ റൂളിൻ്റെ പേരെന്താ?
Hund's rule. Kanada padikku. Then pairing of electron in orbitals of same energy or degenerate orbital then cannot take place until each orbital has got one electron each with the same spin. Same spin then അതേപോലെ ഓരോ ഇലക്ട്രോൺ ഓരോ ഓർബിറ്റലിൽ ഡീജനറേറ്റ് ഓർബിറ്റൽസ് കിട്ടിയതിന് ശേഷം മാത്രമേ അവിടെ പെയറിംഗ് നടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ റൂളിൻ്റെ പേരെന്താണ്? ദെൻ ഓക്കെ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ ഹൺസ് റൂൾ അനുസരിച്ച് ഈ ഒരു കോൺഫിഗറേഷനാണ് നൈട്രജന് കറക്റ്റ് ആയിട്ടുള്ളത്. അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഓർബിറ്റൽസ് ഹാവിങ് സെയിം എനർജി സെയിം സബ്ഷെൽ ആർ കോൾഡ് എന്താ വിളിക്കുന്നത്? ഡീജനറേറ്റ് ഓർബിറ്റൽസ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ 3 റൂള്: ഓഫ്-ബാ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എന്താ ഓഫ്-ബാ പ്രിൻസിപ്പിൾ പറയുന്നത്? ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജീസ്. രണ്ടാമത്തെ റൂൾ ഏതായിരുന്നു? ആ ഇൻക്രീസിങ് ഓർഡർ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ N+L റൂള് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ റൂൾ എന്തായിരുന്നു? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി ഫിൽഡ് ഇൻ ആൻ ഓർബിറ്റൽ ഈക്വൽ ടു 2 അല്ലെങ്കിൽ ദെൻ നോ 2 ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം വാല്യൂ ഫോർ ഓൾ 4 ക്വാണ്ടം നമ്പേഴ്സ്. ഇനി അടുത്ത ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇലക്ട്രോൺ പെയറിംഗ് ഇൻ ഡീജനറേറ്റ് ഓർബിറ്റൽ കനോട്ട് ടേക്ക് പ്ലേസ് അണ്ടിൽ ഈച്ച് ഓർബിറ്റൽ ഹാസ് ഗോട്ട് 1 ഇലക്ട്രോൺ ഈച്ച് വിത്ത് സെയിം സ്പിൻ. ഒരിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്. നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരാൾ 1s7 എഴുതിയാൽ ദറ്റ് ഈസ് റോങ്. 1s7 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് റോങ് ആണ്. ബൈ വിച്ച് റൂൾ? ഏത് റൂൾ അനുസരിച്ചാണ് അത് റോങ് എന്ന് പറയാം? ഏതാ ആൻസർ? ഏതായിരിക്കും? ഓഫ്-ബാ പ്രിൻസിപ്പിൾ ആണോ? അല്ല, ഓഫ്-ബാ പ്രിൻസിപ്പിൾ അനുസരിച്ച് എനർജി കുറവുള്ളടുത്ത് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യും, തെറ്റൊന്നുമില്ല. ദെൻ അവിടെ ഏത് റൂൾ അനുസരിച്ചാണ് തെറ്റ്? ഇവിടെ 1s ഒരു ഓർബിറ്റലേ ഉള്ളൂ, മാക്സിമം എത്ര ഇലക്ട്രോണേ പറ്റുള്ളൂ? 2 ഇലക്ട്രോൺ. അപ്പോൾ ഏത് റൂളാണ് അത് വയലേറ്റ് ചെയ്ത്? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ് വയലേറ്റ് ചെയ്ത്. ഓക്കെ, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അടുത്ത് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് പഠിക്കാനുള്ളത്. നോക്കൂ നിങ്ങൾ, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാരിയസ് ഓർബിറ്റൽസ് ഓഫ് അൻ ആറ്റം ഈസ് കോൾഡ് ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി നമ്മൾ 3 റൂൾസ് ഉണ്ട്: ഓഫ്-ബാ, പോളിസ്, ഹൺസ് റൂള്. നമ്മളെങ്ങനെയാണ് ഈ ദെൻ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നുള്ള അടുത്ത് പഠിക്കുന്നത്? ഹൈഡ്രജന് നിങ്ങൾക്കറിയാം ദെൻ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, 1s1. നിങ്ങൾക്ക് ഓർബിറ്റലായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കാണിക്കാം, 1s1. ഹീലി ആണെങ്കിൽ നമ്മൾ 1s2, 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം. സോ ദെൻ 1sൽ 1s2 ഇങ്ങനെ കൊടുത്തു. ഇനി ലിഥി ആണെങ്കിൽ അറ്റോമിക് നമ്പർ 3, 1s2 2s1. ഡൗട്ടില്ലല്ലോ ആർക്കും? 1sൽ 2 ഇലക്ട്രോണ്, 2sൽ 1 ഇലക്ട്രോണ്. ഇനി ബെർലി ആണെങ്കിൽ അറ്റോമിക് നമ്പർ 4, 1s2 2s2. ഇതേപോലെ ഫില്ല് ചെയ്യാം. ബോറോൺ ആണെങ്കിൽ 5 ആണ് അറ്റോമിക് നമ്പർ, 1s2 2s2 2p1. ദെൻ 1sൽ 2 ഇലക്ട്രോണ്, 2sൽ 2 ഇലക്ട്രോണ്. പക്ഷെ 2p ആണെങ്കിൽ 3 ഓർബിറ്റൽസ് ഉണ്ട്. ദെൻ 1 ഇലക്ട്രോൺ ഉള്ളൂ, 2p. ഇനി അടുത്ത് ബോറോൺ. കാർബൺ ആണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക? 2p2. ദെൻ ഇനി നൈട്രജൻ ആണെങ്കിൽ 2p3. ഓക്സിജൻ ആണെങ്കിൽ നിങ്ങൾ എന്താ എഴുതുക? 8. 1s2 2s2 2p4. അറിയില്ലേ അത്? 1sൽ 2 ഇലക്ട്രോണ്, 1s 2s 2 ഇലക്ട്രോൺ ഇങ്ങനെ കൊടുത്തു. ഇനി 2pയിൽ എത്ര ഇലക്ട്രോണാണ്? 2pയിൽ 1 2 3 4 ഇലക്ട്രോൺ ഇങ്ങനെ ഫില്ല് ചെയ്യാം. അപ്പം നിയോൺ എത്തുമ്പോഴേക്ക് ഇനി ഫ്ലൂറിൻ ആകുമ്പോൾ 2p5, നിയോൺ എത്തുമ്പോൾ 2p6. ദെൻ 2p ഓർബിറ്റൽസിൽ 3 2p ദെൻ സബ്ഷെല്ലിൽ 3 ഓർബിറ്റൽ ഉണ്ട്. സോ ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് 6 ഇലക്ട്രോൺ. അപ്പോൾ 3Dയിൽ എത്രണ്ണം ഒക്കുപൈ ചെയ്യാൻ പറ്റും? ദെൻ 5 ഓർബിറ്റലില്ല, ഓരോന്നിലും 2 എണ്ണം വീതം 10 ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. അപ്പോൾ എഴുതിയ മെത്തേഡ് മനസ്സിലായല്ലോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, നോക്കൂ, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 അല്ലേ? സോഡിയം അറ്റോമിക് നമ്പർ 11 എങ്ങനെയാണ് നമ്മൾ എഴുതുക? 1s2 2s2 2p6 3s1. നമ്മളിങ്ങനെ എഴുതാം. പക്ഷേ ഇത് നമുക്ക് വേണമെങ്കിൽ ഷോർട്ടായിട്ട് എഴുതാം. ഇത്രയും കോൺഫിഗറേഷൻ ഒരു നോബിൾ ഗ്യാസിൻ്റെ ആണ്. നോബിൾ ഗ്യാസ് നിയോൺ ആണത്. എന്നിട്ട് 3s1 വാലൻസ് ഷെല്ല് മാത്രം നമ്മൾ കാണിച്ചാൽ മതി. അപ്പം നമ്മൾ അലൂമിനിയം അറ്റോമിക് നമ്പർ 13 ആണ്. എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p1. ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഇതൊന്നിച്ചിങ്ങനെ എഴുതാൻ പറ്റുമോ? അല്ല, നമ്മൾ എഴുതേണ്ടത് ഇതുവരെയുള്ള നോബിൾ ഗ്യാസ് നിയോണിൻ്റെ കോൺഫിഗറേഷൻ
3s2 3p1. ബാലൻസ് ഷെല്ല് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കാണിക്കും. അങ്ങനെയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 20 എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം? അതിന് മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാണ് അറിയോ നിങ്ങൾക്ക്? ആർഗൺ ആണ്. ആർഗൺ 18 ആണ്. അപ്പോൾ നമ്മൾ എഴുതും ഹീലിയം, നിയോൺ, ആർഗൺ. ആർഗണിൻ്റെ കോൺഫിഗറേഷൻ എത്രയാണ്? 18 അറ്റോമിക് നമ്പർ. എവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടാവുക? ഹീലിയം, നിയോൺ, ആർഗൺ. ആർഗൺ 3p6 അവസാനിച്ചിട്ടുണ്ടാവുക. 3p കഴിഞ്ഞാൽ പിന്നെ ഏതാ ഫില്ല് ചെയ്യുക? 4s2. ഇതാണ് കാൽസ്യത്തിൻ്റെ കോൺഫിഗറേഷൻ. ഇങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ടത് നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം. എങ്കിലേ നമുക്കിത് പെട്ടെന്ന് എഴുതാൻ പറ്റുള്ളൂ. നോക്കിയാലോ അതൊന്ന്. നമുക്ക് നോബിൾ ഗ്യാസസ് ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റാഡൺ. തൽക്കാലം ഇത്രയും പഠിക്കും. ഇതിൻ്റെ അറ്റോമിക് നമ്പർ ഹീലിയം 2, നിയോൺ 10, 18, 36, 54, 86. ആദ്യത്തെ രണ്ടാൾ 8ൻ്റെ ഡിഫറൻസ്, പിന്നെ 18, 18, പിന്നെ 32. അറിയല്ലോ അത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹീലിയത്തിൻ്റെ 1s2 എന്ന് എഴുതി. നിയോണിൻ്റെ എഴുതുമ്പോൾ ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ട് 2s2 2p6. ആർഗണ്ടത് നിയോണിൻ്റെ 10 അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് 2p6 കഴിഞ്ഞാൽ 3s2 3p6 എഴുതിക്കൂടെ അത്? ഓക്കെ. അപ്പോൾ 18 ഇനി അടുത്തത് ക്രിപ്റ്റൺ ആണെങ്കിൽ ആർഗണിൻ്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ട് 18, 3p കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 4s2 18, 20. ഇനി അടുത്തത് 3d10. അപ്പോൾ എത്രയായി? 30. ഇനി 4p6 കാണുന്നില്ലേ അത്? അപ്പോൾ 36 ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനല്ലേ ഫില്ല് ചെയ്യുന്നത്. ഇനി അതേപോലെ സിനോൺ ആണെങ്കിൽ എങ്ങനെ കിട്ടുക? സിനോൺ ആണെങ്കിൽ ക്രിപ്റ്റൻ്റെ കോൺഫിഗറേഷൻ പിന്നെ അടുത്ത് ക്രിപ്റ്റൺ എവിടെ അവസാനിച്ചത്? 4s2 4p6 4p കഴിഞ്ഞാൽ ഏത് p കഴിഞ്ഞാൽ s അല്ലേ? 5s2. 5s2 കഴിഞ്ഞിട്ട് പിന്നെ ഏതാ ഉള്ളത്? 5s2 കഴിഞ്ഞിട്ട് 4d10 പിന്നെ അടുത്തതാണ് 5p6. എണ്ണി നോക്കൂ. ക്രിപ്റ്റൺ 36, 38, 48, 54. ശരിയല്ലേ അത്? ഇനി അടുത്ത റാഡൻ്റെ കോൺഫിഗറേഷൻ, സിനോണിൻ്റെ കോൺഫിഗറേഷൻ. പിന്നെ ഇത് 5p ആണ് അവസാനിച്ചെങ്കിൽ അടുത്ത 6s2 തുടങ്ങുക. 6s2 ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 5d അല്ല വരുന്നത്. അതിന് മുമ്പ് 4f14 ഉണ്ട്. 4f14 നിങ്ങളൊന്ന് നോക്കിയാൽ മതി. 5d10 പിന്നെ 6p6. ഇന്നാല് അടുത്ത കോൺഫിഗറേഷൻ 86 വരുള്ളൂ. 86 കൂട്ടി നോക്കൂ. 54, 56, 56, 68, 78, 78 നോക്കൂ. എത്രയാണ്? 54, 56, 56, 68, 78. ഓക്കെ. 86 അല്ലേ പറഞ്ഞത്? 86 എങ്ങനെ കോൺഫിഗറേഷന്? 54, 56, 56ഉം 56ഉം 14ഉം 56, 70, 80, 86. ഓക്കെ. ഇതന്നെ കോൺഫിഗറേഷന്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എളുപ്പമാണ്. നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് അറിയാൻ എളുപ്പമാട്ടോ. അപ്പോൾ നോക്കൂ. ഹീലിയം 1s അവിടെ നിൽക്കട്ടെ. നിയോൺ 2s2 2p6 ആർഗൺ 3s2 3p6. ക്രിപ്റ്റൺ 4s2 4p6. അടുത്ത 5s2 5p6, 6s2 6p6. നമ്മൾ ഏത് പീരിയഡിലാണെങ്കിലും നമ്മൾ ഫസ്റ്റ് പീരിയഡിലാണെങ്കിൽ ഇപ്പോൾ നോക്കൂ. നമ്മൾ ഫസ്റ്റ് പീരിയഡിൽ ഹൈഡ്രജൻ 1s2 ഹീലിയം. ഇനി അടുത്ത് നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റാഡണോട് അവസാനിച്ച് 6s2 6p6. ആർഗണോട് അവസാനിക്കുക നമുക്ക് ഡൗട്ട് വേണ്ട. ഹീലിയം, നിയോൺ, ആർഗൺ 3s2 3p6 ആയിരിക്കും. സെനോൺ എവിടെ അവസാനിക്കുക? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ 5s2 5p6 ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏത് എലമെൻറ്റിനും നമുക്ക് എഴുതാൻ പറ്റും. നോക്കാം 2 എക്സാമ്പിൾ. ഓക്കെ. അയോഡിൻ അറ്റോമിക് നമ്പർ 53 അയോഡിന്. 53ൻ്റെ മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാണ്? ഹീലിയം 2, നിയോൺ 10, ആർഗൺ 18, ക്രിപ്റ്റൺ 36. അടുത്ത് 54 ആവും. അപ്പോൾ 36 ഉള്ള ക്രിപ്റ്റൺ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ 36 36. പക്ഷേ ഈ 36 എവിടെ അവസാനിച്ചെന്ന് അറിയാൻ എളുപ്പമാണ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ 4th പീരിയഡിലാണ്. അപ്പോൾ 4s2 4p6. 4p കഴിഞ്ഞാൽ പിന്നെ 5s2 ആണ്. അപ്പോൾ 36 38 ആയുള്ളൂ. ഇനി ബാക്കി എങ്ങോട്ടാണ്? 5s കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ്? 4dയിലേക്ക് 10 ഇലക്ട്രോൺ. അപ്പോൾ 38ഉം 48 ആയി. ഇനി 5pയിലേക്ക് എത്ര ഇലക്ട്രോൺ ആണ്? 38, 48, ഇനി 5 ഇലക്ട്രോൺ. സോ 5p5.
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് മനസ്സിലായോ? നോക്കാം അടുത്തത് നമുക്ക്. അടുത്ത് ബേരി ആയിക്കോട്ടെ, 56 ബേരിയം 56. എങ്ങനെ എഴുതാം? 56 ആണെങ്കിൽ 56 മുമ്പുള്ള നോബിൾ ഗ്യാസ് സെനോൺ ആണ്. 54 എവിടെ അവസാനിച്ചിട്ടുണ്ടാവുക? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ. 5p6 അവസാനിച്ചിട്ടുണ്ട്. 5p കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 6s2. 56 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ശരിയാവില്ലേ അത്? ഇതേപോലെ നമുക്ക് വേറൊന്ന് അയൺ, അറ്റോമിക് നമ്പർ 26. നോക്കാം നമുക്ക്. 26 മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാണ്? ദെൻ ഓക്കെ, ഹീലിയം 2, നിയോൺ 10, ആർഗൺ 18. ആർഗൺ അല്ലേ? 18 അറ്റോമിക് നമ്പർ. ആർഗൺ എവിടെ അവസാനിച്ചു? ഹീലിയം, നിയോൺ, ആർഗൺ 3p6 അവസാനിച്ചു. 3p കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 4s2. അപ്പോൾ 18 2 20. ഇനി 6 3d6. ഇതാണ് അയണിന്റെ കോൺഫിഗറേഷൻ. അപ്പം നിങ്ങൾ കുറേ എലമെന്റ്സ് ഇതേപോലെ എടുത്ത് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് അറിയണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞിരിക്കണം. എങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് ഈ കാര്യങ്ങൾ. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് 2 എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ആണ്, ക്രോമിയവും കോപ്പറും. നോക്കാം നമുക്ക്. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ Z=24 ആണ്. 24 ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോൺഫിഗറേഷൻ എന്താ? ആർഗണിന്റെ കോൺഫിഗറേഷൻ 18, ഹീലിയം, നിയോൺ, ആർഗൺ 18 3p6. 3p കഴിഞ്ഞാൽ 4s2, പിന്നെ 18 20 3d4. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എക്സ്പെരിമെന്റലി ഇത് റോങ് ആണ്. കിട്ടിയത് ആർഗണിന്റെ കോൺഫിഗറേഷൻ 4s1 3d5 ആണ് കിട്ടുന്നത്. 3d5 ഇതാണ് ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ കിട്ടുന്നത്. എന്താ റീസൺ നോക്കിയപ്പോഴാണ് മനസ്സിലായത്? 3dയിൽ 5 ഓർബിറ്റൽസ് ഉണ്ട്. 5 ഓർബിറ്റൽസ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്. ദെൻ ഈ കേസിൽ ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ, എല്ലാം ഹാഫ് ഫിൽഡ് ആണ്. 3d4 ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. 3d4 1 2 3. ദെൻ ഓക്കെ 1 2 3 4 ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ദെൻ ഇവിടെ ഇത് ഹാഫ് ഫിൽഡ് ആണ്. 3d ഓർബിറ്റൽ അത് എക്സ്ട്രാ സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ദെൻ ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ 4s1 3d5. ദെൻ അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇതാണ് കോൺഫിഗറേഷൻ. എന്താ അതിന്റെ റീസൺ? എന്താ കൊടുത്തെന്താണ്? ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി. ഇതേപോലെ നമ്മൾ കോപ്പറിന്റെ കേസിൽ കോപ്പറിന്റെ Z=29 ആണ്. എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത്? ദെൻ ആർഗണിന്റെ കോൺഫിഗറേഷൻ പിന്നെ 4s2 3d10, ദെൻ 4s2 3d9 3d9 ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ 18 20 29. പക്ഷേ ആക്ച്വൽ കോൺഫിഗറേഷൻ കിട്ടിയത് ഇതല്ല കിട്ടിയത്. ആക്ച്വൽ കോൺഫിഗറേഷൻ കിട്ടുന്നത് കോപ്പറിന്റെ കേസിൽ കോപ്പർ, ദെൻ ആർഗണിന്റെ കോൺഫിഗറേഷൻ 4s1 3d10 ആണ്. ഇവിടെ നമുക്ക് 3d10 എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. നമ്മൾ കോപ്പറിന്റെ ഫുള്ളി ഫിൽഡ് സ്റ്റെബിലിറ്റി 3d ഓർബിറ്റൽസ് ഫുള്ളി ഫിൽഡ് ആണ്. ഡി ഓർബിറ്റൽസ് ഡിയിൽ ദെൻ 5 ഓർബിറ്റ് 1 2 3 4 5 6 7 8 9 10 ഫുള്ളി ഫിൽഡ് സ്റ്റെബിലിറ്റി. ദെൻ ക്രോമിയത്തിന്റെ കേസിൽ എക്സെപ്ഷണൽ കോൺഫിഗറേഷന് കാരണം എന്താ പറഞ്ഞത്? ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി ആണെങ്കിൽ കോപ്പറിന്റെ കേസിൽ എന്താ പറയുന്നത്? ഫുള്ളി ഫിൽഡ് സ്റ്റെബിലിറ്റി ആണ്. എക്സ്പ്ലെയിൻ ചെയ്യാതെ നമ്മൾ പറഞ്ഞു ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസും അതേപോലെ ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസും എക്സ്ട്രാ സ്റ്റേബിൾ ആണെന്നുള്ളത്. വായിച്ചു നോക്കൂ. P3 P6 ഫുള്ളി ഫിൽഡ്, D5 D10 F7 F14 ഒന്നുകിൽ അത് ഹാഫ് ഫിൽഡ് ആണ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആണ്. ഐദർ ഹാഫ് ഫിൽഡ് ഓർ ഫുള്ളി ഫിൽഡ് ആർ മോർ സ്റ്റേബിൾ. ഇനി എന്തുകൊണ്ടാണ് ഫുള്ളി ഫിൽഡും ഹാഫ് ഫിൽഡും മോർ സ്റ്റേബിൾ ആവുന്നത്? ഒന്നാമത്തെ റീസൺ സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്. എല്ലാം ഒരേപോലെ ആയാൽ ഒരു സിമ്മട്രി അവിടെ ഉണ്ട്. ആ സിമ്മട്രി വന്നു കഴിഞ്ഞാൽ എനർജി കുറയും, സ്റ്റെബിലിറ്റി കിട്ടും. സിമ്മട്രി ലീഡ്സ് ടു സ്റ്റെബിലിറ്റി. ദ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഹാവ് സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദം, hence it leads to stability. ഹാഫ് ഫിൽഡും അതേപോലെ ഫുള്ളി ഫിൽഡും സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അത് സ്റ്റെബിലിറ്റി കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പറയുന്നത് എക്സ്ചേഞ്ച് എനർജി. എന്താണ് ഈ എക്സ്ചേഞ്ച് എനർജി? ഡി ഓർബിറ്റൽസ് 5 ഉണ്ട്. ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ് നമ്മൾ പറഞ്ഞു. D4 സിസ്റ്റം ആണെങ്കിൽ 1 2 3 4 ദെൻ D4. ദെൻ ഇനി D5 ആണെങ്കിൽ ഹാഫ് ഫിൽഡ് D5 1 2 3 4 5. ഇവിടെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ ഒരേ സ്പിന്നുള്ള ഇലക്ട്രോൺ, ഒരേ എനർജി ഉള്ള ഓർബിറ്റൽസ്, ഒരേ സ്പിന്നും ആണെങ്കിൽ ആ ഇലക്ട്രോണ് ദെൻ എക്സ്ചേഞ്ച് വരാം. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരാം, അപ്പോൾ അത് ഇങ്ങോട്ട് വരും. ഓക്കെ, എക്സ്ചേഞ്ച് നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യും, സ്റ്റെബിലിറ്റി കിട്ടും. ഇയാൾക്ക് മാത്രം എത്ര എക്സ്ചേഞ്ച്? 1. ഇതിന് രണ്ടാമത്തെ, ഇതിന് മൂന്നാമത് 3 എക്സ്ചേഞ്ച് ഇതിന് മാത്രം പോസിബിൾ ആണ്. അതേപോലെ ഇയാൾക്ക് എത്ര എക്സ്ചേഞ്ച്? അത് ഇങ്ങോട്ട് എടുത്തു. ഇനി 1
2, ഇയാൾക്ക് മാത്രം 2, ഇനി എക്സ്ട്രാ ഉള്ളത് ഇയാൾക്ക് മാത്രം 1. സോ ടോട്ടൽ 6 എക്സ്ചേഞ്ച് പോസിബിളാണ്. പക്ഷെ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ഇവിടെ 1 2 3 4, ഇയാൾക്ക് മാത്രം 4 എക്സ്ചേഞ്ച്. ഇനി അടുത്ത് 1 2 3, ഇങ്ങോട്ടുള്ള എടുത്തല്ലോ ഓൾറെഡി. അപ്പോൾ 3 എക്സ്ചേഞ്ച് ഇയാൾക്ക്. അടുത്ത് ഇയാൾക്ക് 1 2, ഇയാൾക്ക് 2, ഇയാൾക്ക് എക്സ്ട്രാ 1. അപ്പോൾ എത്ര വരുന്നത്? ടോട്ടൽ 10 എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. എക്സ്ചേഞ്ചിൻ്റെ എണ്ണം കൂടുന്തോറും സ്റ്റെബിലിറ്റി കൂടും എന്നാണ് പറയുന്നത്. നോക്കൂ, ദ സ്റ്റെബിലൈസിംഗ് ഇഫക്റ്റ് arises whenever 2 or more electrons with the same spin are present in the degenerate orbitals of a subshell. ഓക്കെ, ഡീജനറേറ്റ് ഓർബിറ്റൽസ് രണ്ടിലധികം രണ്ടോ അതിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഇനി such electrons tends to exchange their position and energy released due to exchange is called exchange energy. If the exchange energy is maximum, then stability is also maximum. Exchange energy maximum ആണെങ്കിൽ stability maximum. Number of exchanges that can take place maximum when subshell is either half filled or completely filled. Then അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഹാഫ് ഫിൽഡിനും ഫുള്ളി ഫിൽഡ് സ്റ്റെബിലിറ്റിക്കും കാരണം. ഒന്ന് സിമ്മട്രി ഓഫ് ഓർബിറ്റൽസും ഒന്ന് ലാർജ് എക്സ്ചേഞ്ച് എനർജി. ഈ രണ്ട് റീസൺ ആണ് ദെൻ ഓക്കെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത ചെറിയൊരു ടോപ്പിക് കൂടി, അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. അടുത്ത ചെറിയൊരു ടോപ്പിക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അയോൺസ്. ഈ അയോൺസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്സ് ഉണ്ട്. കാറ്റയോൺ ഉണ്ട്, ആനയോൺ ഉണ്ട്. എന്താ ഈ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് അയോൺ ആണ്. ആനയോൺ എന്ന് പറഞ്ഞാലോ നെഗറ്റീവ് അയോൺ ആണ്. എപ്പോഴാണ് കാറ്റയോൺ ഉണ്ടാവുക? ലോസ് ഓഫ് ഇലക്ട്രോൺ. എപ്പോഴാണ് ആനയോൺ ഉണ്ടാവുക? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇവിടെ നോക്കൂ, Na+ അയോൺ എന്ന് പറഞ്ഞാൽ എന്താ? Na+. സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഒഴിവാക്കിയതാണ്. എങ്ങനെ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം? സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s1. ഇതൊന്ന് ഇലക്ട്രോണിനെ മൈനസ് ചെയ്യണം, ബാലൻസ് ഷെല്ലിൽ നിന്ന് ഒഴിവാക്കുക, 1s2 2s2 2p6 എന്ന് കിട്ടും. എളുപ്പമല്ലേ? ദെൻ കാറ്റയോൺ ഫോം ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിനെ എവിടുന്ന ഒഴിവാക്കേണ്ടത്? വാലൻസ് ഷെല്ലിൽ നിന്ന്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന്. ഓക്കെ, ഇതേപോലെ ഇപ്പോൾ നമുക്ക് എഴുതാം F- നെഗറ്റീവ് അയോൺ ആണ്. ദെൻ F- എന്ന് പറഞ്ഞാൽ F+ ഇലക്ട്രോൺ ആണ്. 1s2 2s2 2p5. ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യണം. എങ്ങോട്ട് ആഡ് ചെയ്യുക? ബാലൻസ് ഷെല്ലിലേക്ക്. സോ 1s2 2s2 2p6. ഇങ്ങനെയായിരിക്കും കോൺഫിഗറേഷൻ. അപ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ട്, ദെൻ ഇതിപ്പോൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? 11 1 പോയി 10 അങ്ങനെ എഴുതിയാൽ പോരെന്ന്. പക്ഷെ തെറ്റിപ്പോവും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. Fe2+ എഴുതാണ്. എന്താ Fe2+? Fe-2 ഇലക്ട്രോൺ ആണ്. എന്താ Feയുടെ കോൺഫിഗറേഷൻ? ആർഗണിൻ്റെ കോൺഫിഗറേഷൻ 4s2 3d6 ആണ്, 26. ഇവിടുന്ന് 2 ഇലക്ട്രോൺസ് മൈനസ് ചെയ്യണം. 2 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ നിന്നാണ്. ഏതാ വാലൻസ് ഷെല്ല്? 3d ആണോ 4s ആണോ? 4s ആണ് വാലൻസ് ഷെല്ല്. 4s ആണ് വാലൻസ് ഷെല്ല്. ഇവിടുന്നാണ് ഇലക്ട്രോൺ ഒഴിവാക്കേണ്ടത്. സോ ആർഗണിൻ്റെ കോൺഫിഗറേഷൻ 3d6 എന്ന് കിട്ടും. നിങ്ങൾ 26 2 പോയി 24 എഴുതി എങ്ങനെയാണോ കോൺഫിഗറേഷൻ കിട്ടുക? അല്ല, ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ബാലൻസ് ഷെല്ല്, അവിടുന്നാണ് ഇലക്ട്രോൺ ഒഴിവാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് Fe3+ ഒരാൾ ചോദിക്കുകയാണ്. Fe3+. അങ്ങനെയാണെങ്കിൽ Fe-3 ഇലക്ട്രോൺ. Fe എന്താണ്? ആർഗണിൻ്റെ കോൺഫിഗറേഷൻ 4s2 3d6. ഇതിനെ വേണമെങ്കിൽ 3d6 4s2 എന്ന് എഴുതാം കേട്ടോ. 3 ഇലക്ട്രോണിനെ മൈനസ് ചെയ്യണം. അപ്പോൾ ആർഗണിൻ്റെ കോൺഫിഗറേഷൻ ഇവിടുന്ന് 2 ഒഴിവാക്കും, ഇവിടുന്ന് 1. സോ 3d5 എന്ന് കിട്ടും. ഇതാണ് Fe3+ൻ്റെ കോൺഫിഗറേഷൻ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അയോൺസ് കുറച്ച് എക്സാമ്പിൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ ആനയോൺസ് എഴുതാം. ആനയോൺസ് എഴുതുമ്പോൾ വാലൻസ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്യണം. സോ ഇതാണ് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അയോൺസ് എന്നുള്ളതിൽ പഠിക്കാനുള്ളത്. മനസ്സിലായില്ലേ? അത് പ്രിയപ്പെട്ട കുട്ടികൾ, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. ഈ അവസാനത്തെ ക്ലാസ്സിൽ നമ്മളെടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം, അതിനുള്ള റൂൾസ് എന്തൊക്കെയാണ്, ഓഫ് പോളീസ് ആൻഡ് ഹൺസ് റൂള്. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം, അതിൻ്റെ എനർജി ലെവലൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോണം, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഏത് എലമെൻ്റ് എപ്പോൾ കിട്ടിയാലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എഴുതാൻ അറിയണം. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എഴുതി നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ റൂൾസ് വയലേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. വലിയ എലമെൻറ്റ്സ് ആകുമ്പോൾ ആ എനർജിയുടെ ഓർഡറൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില കേസിലൊക്കെ അതിൻ്റെ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻസ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ 2 എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ കോപ്പറും ക്രോമിയുമാണ് പഠിച്ചത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ ലെങ്തി ചാപ്റ്ററാണ്, പക്ഷെ നമുക്ക് എല്ലാ കേസിലും കെമിസ്ട്രിയിൽ ആവശ്യം വരുന്ന ചാപ്റ്ററാണ്. എന്തൊക്കെയാണ് നമ്മൾ തുടങ്ങിയത്? നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾ
പാർട്ടിക്കിൾസിൽ തുടങ്ങി ആറ്റത്തിൻ്റെ മോഡലുകൾ ജെ തോംസൺസ് പ്ലം പുഡിംഗ് മോഡൽ, റദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, ബോർ ആറ്റം മോഡൽ, ലാസ്റ്റ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് നോക്കുക, ഒരു ടോപ്പിക്കും വിട്ട് കളയാതെ നന്നായിട്ട് നോക്കുക. തൽക്കാലം ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു.